ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു സാമ്പാറാണ് കേട്ടോ, ഈസി സാമ്പാർ. ഇത് വഴുതനങ്ങ സാമ്പാറാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. വഴുതനങ്ങ സാമ്പാർ എന്ന് പറയുമ്പോൾ പലർക്കും വഴുതനങ്ങയോട് അത്ര താല്പര്യം ഉണ്ടാവില്ല, പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറാണ്. വഴുതനങ്ങ താല്പര്യമില്ലാത്തവർ ഇതുപോലെ സാമ്പാർ ഉണ്ടാക്കി ഒന്ന് കഴിച്ചു നോക്കൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. വഴുതനങ്ങ കറക്റ്റായിട്ട് കുക്കാവണം എന്ന് മാത്രമേ ഉള്ളൂ. കണ്ടോ, വഴുതനങ്ങയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ വഴുതനങ്ങ സാമ്പാർ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് തുവരപ്പരിപ്പ് 1 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 3 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്, 2 തക്കാളി എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് പരിപ്പ് കുക്ക് ചെയ്യാൻ വയ്ക്കാം. പരിപ്പും വഴുതനങ്ങയും ചേർത്ത് കുക്ക് ചെയ്താലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഒറ്റ വിസിലിൽ കുക്കാവുന്ന പരിപ്പാണ്. അപ്പോൾ ഞാൻ ഈ പരിപ്പും വഴുതനങ്ങയും ചേർത്താണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. അതിന് ശേഷമാണ് നമ്മുടെ തക്കാളി കുക്ക് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് സവോള ചേർക്കണം എന്നുണ്ടെങ്കിൽ സവോള ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ സവോള ചേർക്കുന്നില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ ഉള്ളി ചേർക്കാം. അധികം കഷ്ണങ്ങൾ വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ സവോളയൊന്നും ചേർക്കാതിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു കുക്കർ എടുക്കാം. കുക്കറിലേക്ക് നമുക്ക് പരിപ്പ് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതും, ഇത് സോക്ക് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. പിന്നെ സോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പരിപ്പ് വേഗം കുക്കായി കിട്ടും. ചില പരിപ്പ് 2-3 വിസിൽ വരുമ്പോഴേ കുക്കായി കിട്ടുള്ളൂ. അങ്ങനെയുള്ള പരിപ്പിൻ്റെ കൂടെ വഴുതനങ്ങ ഇട്ട് വേവിക്കരുത്. വഴുതനങ്ങ വേഗം തന്നെ കുക്കായി കിട്ടുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് വഴുതനങ്ങ കട്ട് ചെയ്ത് ചേർക്കാം. വഴുതനങ്ങയുടെ ഇൻസൈഡ് നല്ലതാണോ എന്ന് നോക്കുക. എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗം മാറ്റിയതിന് ശേഷം മാത്രം ചേർക്കാം കേട്ടോ. ഞാനിതുപോലെ കട്ട് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. വഴുതനങ്ങ നീളത്തിൽ 3ആയിട്ട് കട്ട് ചെയ്തിട്ട് അതൊന്ന് കുറുകെ കട്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് വലിയ പീസാണെങ്കിലല്ലേ സാമ്പാറിൽ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. തക്കാളി ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ടെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വല്ലാണ്ട് കലങ്ങിപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ തക്കാളി ഇതിൻ്റെ കൂടെ ചേർക്കാത്തത്. അപ്പോൾ ഞാൻ ഈ വഴുതനങ്ങ മുഴുവൻ കട്ട് ചെയ്ത് ചേർക്കട്ടെ. എല്ലാ വഴുതനങ്ങയും നല്ലതാണെന്ന് നോക്കിയിട്ട് മാത്രം ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വഴുതനങ്ങ മുഴുവൻ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതിലേക്ക് ഞാൻ 3 പച്ചമുളക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ മുളക് പൊടി ചേർക്കില്ല കേട്ടോ സാമ്പാറിൽ. സാമ്പാർ പൊടിയുടെ എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതുപോലെ തന്നെ കുറച്ച് കായപ്പൊടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂണാണ് ഞാൻ കായപ്പൊടിയും ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഒരു വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യാം. അപ്പോൾ ഒരുപാട് വെള്ളം ചേർത്തിട്ടില്ല, ഞാൻ കുറച്ച് വെള്ളമേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതൊന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ കംപ്ലീറ്റ് പ്രഷർ പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറക്കാം. അപ്പോൾ കണ്ടോ, വഴുതനങ്ങയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നല്ല കായത്തിൻ്റെ സ്മെല്ലും പരിപ്പും നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർക്കാം. ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള വാളൻപുളി നമ്മൾ വെള്ളത്തിലിട്ടിട്ട് പിഴിഞ്ഞ് ചേർക്കുക. ഒരു ചെറിയ ചെറുനാരങ്ങ വലിപ്പത്തിൽ മതി കേട്ടോ. ഒരുപാട് പുളിയായി പോയിട്ടുണ്ടെങ്കിൽ സാമ്പാർ കഴിക്കാൻ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പുളിയിൽ വ്യത്യാസം വരുത്താം. ഞാൻ ഒരുപാട് പുളി ചേർക്കാതെയാണ് സാമ്പാർ ഉണ്ടാക്കാറ്, ഒരു മീഡിയം പുളിയുള്ള രീതിയിൽ. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അടുത്തടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ പുളി ചേർത്തിട്ട് തിളച്ച് തുടങ്ങി. നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. തക്കാളി ഞാൻ ഇതുപോലെ വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. തക്കാളി കുടഞ്ഞു പോകാതിരിക്കാനാണ് വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് തക്കാളി ചേർത്തിട്ട് ഇതൊന്ന് കുക്ക് ചെയ്യാൻ വയ്ക്കാം. തക്കാളി ഒന്ന് കുക്കായി വരണമല്ലോ. ഈ സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട വറവും ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യാം. അതിനായിട്ട് നമുക്ക് വേറൊരു പാൻ വയ്ക്കാം. ഇത് അടുത്ത ബർണറിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ട് പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഞാൻ കൂടുതൽ ചേർക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സാമ്പാർ പൊടി ഒന്ന് കുക്ക് ചെയ്യാനുള്ള വെളിച്ചെണ്ണയാണിത്. വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുമ്പോൾ കടുക് 1 ടീസ്പൂൺ ചേർക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാം. നമ്മുടെ സാമ്പാർ പൊടിയിൽ ഉലുവയൊക്കെ ഉള്ളതാണെങ്കിലും ഉലുവയുടെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 3 വറ്റൽമുളക് ചേർക്കാം. അതുപോലെ തന്നെ 2 തണ്ട് കറിവേപ്പില,
ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് സാമ്പാർ പൊടി ചേർക്കാം. സാമ്പാർ പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി സാമ്പാർ പൊടിയുടെ ആ റോ ടേസ്റ്റ് മാറി വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ സാമ്പാർ പൊടി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിത് നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ സാമ്പാർ പൊടി ചേർക്കുമ്പോൾ സാമ്പാർ പൊടിയുടെ ആ റോ ടേസ്റ്റ് മാറിയിട്ട് നമ്മൾ വറുത്തരച്ച സാമ്പാറൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും. ഇനി നമുക്കിത് തിളച്ചുകൊണ്ടിരിക്കുന്ന സാമ്പാറിലേക്ക് ചേർക്കാം. സാമ്പാറിൻ്റെ ഫ്ലെയിം ഞാൻ കുറച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഈ പൊടികൾ ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം കൂട്ടി വയ്ക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി പുളിയൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. പുളി കുറവാണെങ്കിൽ വീണ്ടും പുളി ചേർത്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുക്കണം. അപ്പോഴേ ഇനി പുളിയൊക്കെ പിടിച്ചു വരുള്ളൂ. അപ്പോൾ ഞാനൊന്ന് പുളി ചെക്ക് ചെയ്യട്ടെ. പുളി കറക്റ്റാണ്. ഉപ്പ് കുറവാണ്. നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കായപ്പൊടിയും ചേർക്കുന്നുണ്ട്. കായത്തിൻ്റെ ഫ്ലേവർ കുറവാണ്. അപ്പോൾ ഒരു 3/4 ടീസ്പൂൺ കായപ്പൊടി നമ്മളിപ്പോൾ ആകെ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ചേർക്കണം കേട്ടോ. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ല. മല്ലിയിലയുടെ കാര്യം മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ മല്ലിയില ചേർക്കുന്നില്ല. സാമ്പാറിൽ മല്ലിയില ചേർത്താലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇന്നൊരു ദിവസത്തേക്ക് മല്ലിയില ഇല്ലാത്ത സാമ്പാറാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഈ തക്കാളി ഒന്ന് ഇതിൽ കിടന്ന് വീണ്ടും ഒന്ന് കുക്കായി വരട്ടെ. ഒരു 2 മിനിറ്റും കൂടി നമുക്ക് തിളപ്പിക്കാം. ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് ഒരു പീസ് ശർക്കര ചേർത്ത് കൊടുക്കാം. ഇത്രയുള്ള ഒരു പീസ് ശർക്കരയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. പിന്നെ നമുക്ക് പുളിയൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ശർക്കര ചേർക്കാം. അപ്പോൾ ഇഡ്ഡലിക്കും ദോശയ്ക്കും ആണെങ്കിൽ കുറച്ച് മധുരമുള്ള സാമ്പാറായിരിക്കും ടേസ്റ്റ്. ചോറിനാണെങ്കിൽ അധികം മധുരമില്ലാത്ത സാമ്പാറായിരിക്കും ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾ ചോറിനാണോ ഇഡ്ഡലിക്കും ദോശയ്ക്കും ആണോ സാമ്പാർ റെഡിയാക്കുന്നത് എന്നുള്ളതനുസരിച്ച് വേണം ശർക്കര ചേർക്കാൻ. അപ്പോൾ ഇതൊന്ന് കണ്ടോ, നല്ല കൊഴുപ്പായിട്ടുള്ള സാമ്പാറായി വന്നിട്ടുണ്ട്. നല്ല കട്ടിയായിട്ടുണ്ട് സാമ്പാറിന്. ഇതൊന്നുകൂടി ഒന്ന് തിളച്ചാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ സാമ്പാറിൻ്റെ പരിപാടി. പിന്നെ പുളിയും ഉപ്പും എരിവും എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ സാമ്പാർ തിളച്ച് റെഡി ആയി കഴിഞ്ഞു. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ മല്ലിയില ചേർക്കേണ്ടത്. മല്ലിയില ചേർക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഇതിൽ തക്കാളി ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ തക്കാളി ഒഴിവാക്കാം കേട്ടോ. തക്കാളിയും കൂടി ചേർത്തതെന്താണെന്ന് വെച്ചാൽ കാണാനൊരു ഭംഗിക്കും പിന്നെ നമുക്ക് ഒരു കഷ്ണവും കൂടി ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് തക്കാളി ചേർത്തത്. തക്കാളിയും ഒഴിവാക്കാം. ഒരു സവോള മാത്രം ചേർത്തിട്ട് വേണമെങ്കിലും ഇതുപോലെ തന്നെ നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഞാനിപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള സാമ്പാർ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ മറക്കാതെ ഒരു ലൈക്കും കൂടി തരാം കേട്ടോ, റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.